രാവിലെ ഞാൻ എനിക്ക് പ്ലാന്റിൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് ഗാർഡനിങ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അഡീനിയം പ്ലാന്റ് ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനത് ഒന്ന് സെയിലാക്കാനായിട്ട് കുറച്ച് പ്ലാന്റ് എടുക്കണമായിരുന്നു. അങ്ങനെ അതിന് പോയപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒരു പ്ലാന്റിനകത്ത് വിത്ത് മുളച്ച് ഇത് ഇങ്ങനെ വരുന്നത്. നല്ല കോഡക്സ് ഒക്കെ വലുതായിട്ടുള്ള അഡീനിയം മുളപ്പിച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. മുളപ്പിച്ച് അല്ലാതെ കമ്പ് വെട്ടി നമ്മൾ തൈ ആക്കുന്നതിന് കോഡക്സ് വലുതായിട്ട് കാണത്തില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് പണി കുറവാണ്. ഈ ഒരു വിത്ത് ഇതാണ് വിത്ത് കേട്ടോ. ഇങ്ങനെ വിത്ത് വരുന്നത് നമ്മൾ വള്ളം പോലിരിക്കും. ഇത് ഉണങ്ങിയ പരുവാണ്. ഇനി പച്ച കളറിലുണ്ട്. അപ്പോൾ എനിക്ക് 3-4 കിട്ടി. അതിൽ ഉണങ്ങിയതിലാണ്. ഇതിനകത്ത് എല്ലാം കുറച്ചൊക്കെ അകത്തെല്ലാം കണ്ട വിത്തിരിക്കുന്ന ഇങ്ങനെയായിരിക്കുന്നത്. ഉണങ്ങി പാകം പരുവാകാത്ത നമ്മൾ പാകി മുളപ്പിക്കാൻ പരുവാകാത്തത് ഇങ്ങനെയായിരിക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ വിത്തിരിക്കുന്നത് ഇതുപോലെ വരുന്നത്. അപ്പം എൻ്റെ അഡീനിയം പ്ലാന്റിൽ ഞാൻ കുറച്ചൊക്കെ ഇതിലൊക്കെ വിത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം മുളപ്പിക്കേണ്ട വിത്തുകളാണ്. എൻ്റെ പ്ലാന്റിലെല്ലാത്തിലും നല്ല രീതിയിൽ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന പ്ലാന്റുകളുണ്ട്. കാരണം ഞാനത് ട്രിം ചെയ്യാതെ നിർത്തിയിരിക്കുന്ന പ്ലാന്റുകളുണ്ട്. എന്നാൽ മാത്രം നമുക്ക് ചെറിയ നല്ല രീതിയിൽ ഭംഗിയുള്ള അഡീനിയം ആക്കിയെടുക്കണമെങ്കിൽ വിത്ത് തന്നെ പാകി മുളപ്പിക്കണം. അപ്പം ഇന്നത്തെ ഒരു സന്തോഷമാണ് ഈ ഒരു